ബ്യൂട്ടിഫുൾ സോങ്സ്. നമ്മളുടെ ഈ ഇൻ്റർനെറ്റ് യുഗത്തിൽ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന കുറേ സൈക്കോളജിക്കൽ ടെർമിനോളജീസിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. അത് പലപ്പോഴും കറക്റ്റായിട്ടായിരിക്കുന്നില്ല യൂസേജ് എന്നൊക്കെ. പക്ഷേ ലവ് ലാംഗ്വേജിനെ കുറിച്ച് നമ്മൾ ഈയിടെയായിട്ട് കുറച്ച് കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട്. ലവ് ലാംഗ്വേജിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. ഒരു കപ്പിളിൻ്റെയോ അല്ലെങ്കിൽ ഒരു 2 പേരുടെ ഇടയിലുള്ള അല്ലെങ്കിൽ അവർക്കിടയിൽ മാത്രമുള്ള, അവർക്ക് മാത്രം അറിയുന്ന ഇൻവിസിബിളായിട്ടുള്ള ചില മൂവ്മെൻറ്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ ചില ജസ്റ്റേഴ്സ് ആയിരിക്കാം. ഇതെല്ലാം ലവ് ലാംഗ്വേജിൽ പെടുന്നതാണ്. പക്ഷേ ഇത് ഒരു ഫാമിലിയുടെ ഉള്ളിൽ, ഒരു കപ്പിളിൻ്റെ ഇടയിൽ മാത്രമല്ല, ഫ്രണ്ട്സിൻ്റെ ഇടയിലുണ്ടാവും. അത് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ഒന്നും ആവണമെന്നില്ല. അല്ലെങ്കിൽ പോലും ചിലപ്പോൾ നിൻ്റെ കോള് കണ്ടപ്പോൾ വെയിലത്താണെങ്കിലും ഞാനൊന്ന് ഒതുക്കി നിർത്തി എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിൻ്റെ ഭാഷയാണ്. ചിലപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ നിന്നെ ഓർത്തു, ഇത് ഞാൻ നിനക്കിഷ്ടമാണല്ലോ എന്ന് ഓർത്ത് തിരക്കിൻ്റെ ഇടയിൽ വാങ്ങിയിട്ട് വന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കുറേ നാളായിട്ട് നീ അന്വേഷിക്കുന്നുണ്ട്, അത് ബർത്ത്ഡേക്ക് സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്ന് പറയുന്ന ചില സുഹൃത്തുക്കൾ. ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ലവ് ലാംഗ്വേജസ് ആണ്. പക്ഷേ ഇതിനൊന്നും ഒരു ഫാമിലി എൻവയോൺമെൻറ്റിൽ കിട്ടുന്ന ലവ് ലാംഗ്വേജിൻ്റെ നിറവോ മണമോ ഒന്നുമല്ല. ഇത് ഭയങ്കര ഡിഫറെൻ്റാണ്. ഇതൊരു വാം ഫീലാണ്. ഇത്തരം വളരെ സിൻസിയറായിട്ട് സ്നേഹിക്കുന്ന ഫ്രണ്ട്സിനെ മിസ് ചെയ്യരുത്. അവരെടുക്കുന്ന എഫേർട്ട്, അവർ നമ്മൾക്ക് വേണ്ടി എത്ര എത്ര കണ്ട് ആത്മാർത്ഥതയോടെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ തന്നെ കണ്ണു നിറയും. ഹാപ്പി റിഫ്ലക്റ്റിംഗ്.